ന്യൂസ് കണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ കിടന്ന് വാർഡിലോട്ട് മാറ്റിയ ആളുടെ ഓപ്പറേഷൻ ചെയ്ത കാലിൽ പുഴു വരുന്നു. ഓപ്പറേഷൻ ചെയ്ത കാലിൽ. സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് പോലും വിളിക്കാവുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത കേരളത്തെ ആകെ നാണിപ്പിക്കുന്നതാണ്. റോഡ് അപകടത്തിൽ പരിക്കേറ്റ് ശസ്ത്രക്രിയ കഴിഞ്ഞ് 5 ദിവസത്തോളം ജീവൻ രക്ഷിക്കാനുള്ള അതീവ തീവ്ര പരിചരണ വിഭാഗത്തിൽ, അതായത് ICUവിൽ കിടന്ന ഒരു മനുഷ്യന്റെ കാലിലാണ് പുഴുവരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസം 28-ന് വാഹനാപകടത്തിൽ പരിക്കേറ്റ കൊല്ലം സ്വദേശി രാജേന്ദ്ര പ്രസാദിനാണ് ഇങ്ങനെ ഒരു ഗതികേടുണ്ടായത്. 5 ദിവസത്തെ ICU വാസത്തിന് ശേഷം ജനറൽ വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് മകൾ കാണുന്നത് അച്ഛന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ കാലിൽ നിന്ന് പുഴുക്കൾ താഴേക്ക് വീണു. ഇതാണോ നമ്മൾ ഈ പറയുന്ന ഒന്നാം കിട ആരോഗ്യ കേരളം? രോഗിയുടെ കാലിൽ പുഴുവരിക്കുന്നത് കണ്ടിട്ട് ഡോക്ടർമാരോട് ചെന്ന് പറഞ്ഞപ്പോൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങാൻ പറഞ്ഞ് മടക്കിയ ബിരുദന്മാരാണ് അവിടെയുള്ളത്. ബന്ധുക്കൾ അവിടെ കിടന്ന് ബഹളം വെച്ചതുകൊണ്ട് മാത്രം ആ രോഗിയെ വീണ്ടും ICUവിലേക്ക് മാറ്റി. ഇതിനെ പ്രതികരിക്കാനൊന്നും ഇവിടെ ആരുമില്ലേ? സ്വന്തം മകള് കണ്ടതാണ്. അച്ഛൻ്റെ കാലിൽ നിന്ന്, ഓപ്പറേഷൻ ചെയ്ത കാലിൽ നിന്ന് പുഴു താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നു. ഞാനാ കണ്ടുള്ള വീട്ടിലെ ആടിനൊക്കെ ഇപ്പം മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും മുറിവ് വന്നാൽ അവിടെ പുഴു വരും പെട്ടെന്ന്. പക്ഷെ മനുഷ്യരെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. മനുഷ്യൻ്റെ കാലിൽ നിന്ന് പുഴു വീഴുന്നു. ആദ്യമായിട്ടാണ് കണ്ടത്. ഇതിനെതിരെ പ്രതികരിക്കാനൊന്നും ഇവിടെ ആരുമില്ലേ? മുമ്പ് ഓപ്പറേഷൻ ചെയ്ത വയറ്റിൽ നിന്ന് കത്രിക കണ്ടെടുത്തപ്പോൾ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ഇതിന് പ്രതിപക്ഷമൊന്നുമില്ലേ ഇപ്പോൾ കേരളത്തിൽ?